സത്യത്തിൽ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നം ഞാൻ പറയണത് ശ്രദ്ധിക്കണം, എത്രങ്ങാനും വലിയ പ്രശ്നമാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് നിവർന്നിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രശ്നവും ഈ ലോകത്ത് ആർക്കും ഇല്ല. കാരണം എല്ലാവരും നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല. നമ്മൾ സങ്കല്പിച്ച് കുറേ നമ്മളുടേതാണെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇന്നയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഭാഗത്തിരുന്നു കൊണ്ട് നമ്മുടെ സങ്കല്പത്തിലാണ് ഈ പറയുന്ന പ്രശ്നങ്ങളുള്ളത്. ആ സങ്കല്പത്തിലുള്ള പ്രശ്നത്തെ വിട്ടുകളയാൻ നമുക്ക് സാധിക്കണില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഫുൾ ടൈം ആ സങ്കല്പ ലോകത്താണ്. അപ്പോൾ ആ സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് നമ്മളിലുള്ള ഈ പറയുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ, യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റുക എന്നുള്ളതാണ്, അല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇപ്പം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും റിഫ്ലക്ഷൻസ്, അതായത് ഇപ്പോൾ ഞാൻ മുന്നോട്ട് നോക്കുമ്പം എനിക്ക് കാണാൻ പറ്റുന്ന മരങ്ങളും ഈ പറയണ എന്താ പറയുക പക്ഷികളും പൂച്ചയും ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റുന്നത്. മറിച്ച് ഇതിനെയെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു അദൃശ്യമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട്. നമുക്കതിനെ വായു എന്ന് വിളിക്കാം. ഓക്കെ, ആ അദൃശ്യമായ അവസ്ഥയാണ് ബാക്കിയുള്ളതിനെ എല്ലാം നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ അത് പട്ടിയാണ്, പൂച്ചയാണ്, കാറാണ്, ബസ്സാണ്, ലോറിയാണ്, ഇതെല്ലാം നമുക്ക് കാണിച്ചു തരുന്ന ഒരു ശക്തി അതെന്താണെന്ന് നമുക്കറിയില്ല. അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാൻ നമ്മളാരും ആളുമല്ല. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധം, ഇപ്പം നമുക്ക് ഏറ്റവും എളുപ്പമെടുക്കാൻ പറ്റിയത് നമ്മളിലേക്ക് വരുന്ന ശ്വാസം. ആ ശ്വാസം വരുമ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ സങ്കോചവും അല്ലെങ്കിൽ ആ വികാസവും, നമ്മളെ ബോഡി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യണേയും കോൺട്രാക്റ്റ് ചെയ്യണേയും ആ അവസ്ഥ അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സങ്കല്പ ലോകത്ത് എന്നും മാറ്റങ്ങളാണ്. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എന്തിനാണ് പറയണത്? ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ചെറിയ കുട്ടിക്ക്, അതായത് മദ്യപിക്കുന്ന കാര്യം പറയുമ്പം മദ്യപിക്കരുതെന്ന് 15 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ളൊരു കുട്ടിക്കറിയാം. ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൻ്റെ ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ വലിയ ബുദ്ധിജീവികളെ മാതിരി വന്നിട്ട് ഇവിടെ വന്ന് വിളമ്പണമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മദ്യപിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മദ്യപിക്കരുതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ മദ്യപിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അല്ലെങ്കിൽ പുക വലിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരാളോട് ദേഷ്യം പിടിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരാളോടുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ സങ്കടപ്പെടുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്താ? അതൊക്കെ ഞങ്ങളെ ഇഷ്ടമാണ്. അതായത് മദ്യപിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്, മദ്യപിക്കുന്നത് എൻ്റെ താല്പര്യമാണെന്നാണ് പറയണത്. അപ്പം അവനവനോട് താല്പര്യമില്ലാത്ത ഒരാളല്ലേ മദ്യപിച്ചിട്ട് താല്പര്യം ഉണ്ടാക്കുള്ളൂ. കാരണം മദ്യപിക്കുമ്പം മാത്രം അയാൾക്ക് അയാളെ കൂടുതൽ അല്ലെങ്കിൽ കുറച്ച് എന്തോ കൂടുതൽ അറിയാൻ സാധിക്കണം. അതുകൊണ്ടാണല്ലോ മദ്യത്തിൻ്റെ പുറകെ പോണ്. അല്ലെങ്കിൽ ആ മദ്യം കഴിക്കാത്ത സമയത്തും ആ വ്യക്തി അവിടെ ഉണ്ടല്ലോ. അപ്പം ആ ഉള്ള അവസ്ഥയെ തിരിച്ചറിയണതിൽ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ എന്തെങ്കിലും ചെയ്തിട്ട് ഞാനിവിടെ ഉണ്ടെന്നുള്ള ഭാഗം അറിയാൻ ട്രൈ ചെയ്യണത്. കാരണം ഒരാൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ പ്രതികരിച്ച്, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ പ്രതികരിച്ച്. അപ്പോൾ ഞാൻ അയാളുമായിട്ട് ഭയങ്കര, കാരണം അയാൾ പറഞ്ഞൊരു കാര്യത്തിന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പ്രതികരിക്കുക.
അല്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നല്ല ഞാൻ സംസാരിക്കണത്. അവിടെ പ്രതികരണമില്ല. കാരണം ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പം ആ വ്യക്തി പറയണ അയാളുടെ ഒരു മനസ്സിലാക്കിയ കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ നമ്മൾക്ക് ആ ശബ്ദം പുറപ്പെടുവിക്കുമ്പം നമ്മൾ അതിന് പ്രതികരിച്ചിട്ട് എന്താ കാര്യമുള്ളത്? അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നശിപ്പിച്ചിട്ട് എന്താ കാര്യമുള്ളത്? മദ്യം കഴിച്ചിട്ട് നമ്മൾക്ക് സുഖം നൽകിയിട്ട് എന്താ കാര്യമുള്ളത്? കാരണം ഈ മദ്യം കഴിക്കാനൊരു കാരണമുണ്ട്, ഇല്ലേ? മദ്യം കഴിക്കാൻ അപ്പുറത്ത് വേറെ ഒരു കാരണമുണ്ട്. ആ കാരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരാൾ പച്ചവെള്ളം കുടിക്കുന്നതിന് പകരം ഈ മദ്യത്തെ സേവിക്കുന്നത്. അല്ലെങ്കിൽ കൂടെ വീട്ടിലുള്ള ആളുകളുമായിട്ട് സഹകരിക്കാൻ സാധിക്കാത്തവരാണ് ഈ പറയുന്ന പള്ളിയിലും അമ്പലത്തിലും ദൈവത്തിനെയും ഗുരുവിനെയും അന്വേഷിക്കുന്നത്. അപ്പോൾ ആ സഹകരിക്കാത്തതിൻ്റെ കാരണം ഇനിയെങ്കിലും മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇനിയെങ്കിലും തിരിച്ചറിയുക. കാരണം ചെറുപ്പം തൊട്ട് എന്നെ മനസ്സിലാക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ സമ്പർക്കത്തിലും സഹകരണത്തിലും ഞാൻ കാണാതെ പഠിച്ചു വെച്ച ഒരവസ്ഥയാണ് എനിക്ക് മറ്റൊരാളുമായിട്ട് യോജിക്കാൻ സാധിക്കാത്തത്. അത് എൻ്റെ മനസ്സിൻ്റെ സങ്കല്പ ലോകത്ത് മാത്രമാണ്. ഇപ്പം ഞാനെടുക്കണ ഈ ശ്വാസം, ഈ കിടക്കണ പൂച്ചയും പട്ടിയും ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരിലും ഒരു വ്യത്യാസവുമില്ലാതെ ഇത് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമായിട്ടുള്ളതല്ല. പക്ഷെ അതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ആ നടക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കാരണം അത് സ്റ്റാർട്ട് ചെയ്ത് തോന്നലിൽ നിന്നാണ്. അതുകൊണ്ട് ആ തോന്നലിൻ്റെ ലോകത്ത് മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. മറിച്ച് നമ്മൾ ഓരോരുത്തരും ഇവിടെ നിലനിൽക്കണമെന്നുള്ള അവസ്ഥ നിരന്തരം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതിന് യാതൊരു തരത്തിലുള്ള ഷേപ്പോ അല്ലെങ്കിൽ ഫോമോ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അതിനെ ആശ്രയിക്കുമ്പം എത്രത്തോളം അതിനെ ആശ്രയിക്കാൻ സാധിക്കും എന്നുള്ളതിന് നമ്മൾ ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഭാര്യ വേണം, അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിലുള്ള കുറച്ച് ആളുകൾ വേണം, നിയമം വേണം, കോടതി വേണം, അല്ലെങ്കിൽ ജഡ്ജി വേണം, ഫ്ലൈറ്റ് വേണം, ഒരുപാട് സാധനങ്ങൾ ഇല്ലേ? പക്ഷെ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ എടുക്കുന്ന ശ്വാസം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിക്കണ ഭക്ഷണത്തിൻ്റെ ഒരു ഗ്യാസ് തലയിൽ പോയി കഴിഞ്ഞാൽ അതൊന്ന് നേരെയായിട്ട് ഈ അവസ്ഥയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് ഈ ശരീരം തന്നെ അതിനെ കൃത്യമായിട്ട് കൊണ്ടുവന്നാലേ പിന്നെ അവിടെ നിന്ന് ഷാഫി അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുമായിട്ടുള്ള ആ വ്യക്തിക്ക് അവിടെ നിന്ന് പിന്നൊരു ലൈഫുള്ളൂ, അല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ മുട്ടിക്കഴിഞ്ഞാൽ തീർന്നു നിങ്ങളുടെ പുറത്തുള്ള ലോകം, അല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ്? കാരണം ഇത് സത്യമാണ്. കാരണം എന്താണ്? നമുക്ക് അദൃശ്യമായിട്ട് കിടക്കണ ഈ ശക്തിനെ ആശ്രയിക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദൈവത്തിനെ സൃഷ്ടിച്ച്, പക്ഷേ ദൈവത്തിനെ സൃഷ്ടിച്ചപ്പോൾ എന്താണ്? ആ ദൈവത്തിനെ നമ്മൾ ആ നിരന്തരം എന്നുള്ള ഭാഗത്ത് നിന്ന് മാറ്റിയിട്ട് ദൈവത്തിന് എല്ലാ ശക്തിയുണ്ട്, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മളെ ഒരു ചട്ടക്കൂടിലാക്കി. അല്ലെങ്കിൽ ദൈവത്തെ പറ്റി സംസാരിക്കണ ഒരുപാട് ഗുരുക്കന്മാർ വന്ന്, അതുകൊണ്ട് ഈ ഗുരുവിൻ്റെ വാമൊഴി മനസ്സിലായ, ഈ ഗുരു പറഞ്ഞ കാര്യങ്ങൾ നമ്മളെന്തായി, അതും നമ്മൾ ഇതുപോലെ ഒരു പുസ്തകം ഏറ്റെടുക്കുന്ന പോലെ നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങി. മറിച്ച് ഈ ഗുരു പ്രവർത്തിക്കുന്നതും ഈ പറയുന്ന ഇനി ദൈവം എവിടെയെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, പക്ഷെ ആ ദൈവവും നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചിട്ട് നമ്മളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കണം. നമ്മളെല്ലാവരും ജനിച്ചു കഴിഞ്ഞതോടെ നമ്മളിലുള്ള ആ സൃഷ്ടി അവസാനിച്ചിട്ടില്ല. ഇനി ഞാൻ സങ്കല്പിച്ച് എൻ്റെ ലോകമായിട്ട് ഞാൻ മുന്നോട്ട് പോവുക എന്നുള്ള ഭാഗം ഒരിക്കലും വർക്ക് ചെയ്യാൻ പോണില്ല. മറിച്ച് നമ്മളെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ആ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള ആ
താല്പര്യം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ താല്പര്യം ഇതാർക്കെങ്കിലും പറഞ്ഞു കൊടുത്തുണ്ടാക്കാൻ പറ്റുന്ന താല്പര്യമാണോ? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈ പറയുന്ന 3 മതങ്ങളും ഈ പറയുന്ന 3 മതത്തിലെ 300 ഗ്രന്ഥങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷെങ്കിൽ എന്താ, ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി ആ മനസ്സിലെ സങ്കല്പത്തിൽ ഓരോരുത്തർ ഹിന്ദുവും അല്ലെങ്കിൽ ബാക്കി എന്താണോ ഉള്ളത് അതായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഈ ഒരു അറിവിനെ കൊണ്ടും സാധിക്കില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ സയൻസിനെ സംബന്ധിച്ച് സയൻസ് മനുഷ്യൻ്റെ ആന്തരിക പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ചത്ത മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മെഷീൻ ഒരു മനുഷ്യൻ്റെ മേല് ഘടിപ്പിച്ചിട്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ പറയണത്. ഇപ്പം നമുക്കറിയാം, നമ്മളെ കയ്യിൽ ഒരു ചെറിയൊരു കീറൽ വന്നു കഴിഞ്ഞാൽ അതിലൂടെ ബ്ലഡ് വരും അല്ലേ? അപ്പോൾ തന്നെ നമ്മുടെ ഹോൾ ബോഡീൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഹോൾ ബോഡീൻ്റെ ആ നിലനിൽക്കുന്ന അവസ്ഥയിൽ ചെറിയ മാറ്റങ്ങൾ വന്ന്, അപ്പോൾ ഈ മാറ്റങ്ങളിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ഇപ്പം നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇതെങ്ങനെയാണെന്ന് പ്രവർത്തിക്കണതെന്ന് ആ വ്യക്തിക്ക് മാത്രം, ആ വ്യക്തിയിൽ ആ ശക്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്ത് മാത്രമേ ആ അറിവ് കിട്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർ പറഞ്ഞത് തെറ്റാണെന്നല്ല. അവർ അതാത് കാലത്ത് അവർ ഈ ശക്തിയുമായിട്ട് ചേർന്ന് നിന്ന അവസ്ഥയെ പറ്റിയിട്ട് അവർ പ്രതിപാദിച്ചിട്ടാണ് അത് എഴുതി വെച്ചതെങ്കിൽ അന്ന് അതിൻ്റെ പോസിബിലിറ്റി അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഇന്ന് നമ്മളാണ് നമ്മുടെ പോസിബിലിറ്റി. കാരണം നമ്മൾ ജീവനോടെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ പോസിബിലിറ്റി. അല്ലാതെ മുമ്പ് വന്ന മഹാത്മാക്കൾ അല്ലെങ്കിൽ മഹാന്മാരെന്ന് പറയപ്പെടുന്ന ഓരോ വ്യക്തികളും ഇന്ന് ആരും നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാലും ഈ എല്ലാവർക്കും ഉണ്ടെന്നുള്ള ആ മരണം എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കൽ പോലും നമുക്ക് അതിനെ അല്ലെങ്കിൽ ആ ഭയം, ആ മരണഭയത്തെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കാത്തത്. കാരണം ഇങ്ങനെയെല്ലാം എന്താ പറയുക, സത്യസന്ധമായി ജീവിച്ച ആൾക്കാർ മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് വന്നാലും ഞാനും മരിക്കും. അതുകൊണ്ട് ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കള്ളത്തരങ്ങളും കുറച്ച് നന്മകളും അല്ലെങ്കിൽ കുറച്ച് ഈ കാര്യവും കുറച്ച് ആ കാര്യം മൊത്തത്തിലൊരു സാമ്പാർ അല്ലെങ്കിൽ ഒരു അവിയൽ പരുവത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട് പാടുപെടുക. കാരണം മരണം എന്ന് പറയുന്നത് നമുക്കറിയാത്ത കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൽ മാത്രമാണ് നമ്മുടെ അറ്റൻഷൻ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ അല്ലേ? നാളെ മരിക്കും എന്നുള്ളത് നമ്മൾ ഇന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഒരാളെ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കുക? നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും, നമുക്ക് ഭാര്യ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അച്ഛനുണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ നാളെ മരിക്കുമെന്നുള്ള തോന്നലാണ് ഒരു വ്യക്തിയിലുള്ളതെങ്കിൽ എന്നും അയാൾ എങ്ങനെയാണ് മറ്റുള്ളവരെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗത്തേക്കല്ലേ പോവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഓക്കെ, ഇയാളെടുത്ത് ഇത് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം എന്നുള്ള ഭാഗത്തേ ഞാനിരിക്കുള്ളൂ. എന്നതുപോലെ മരണത്തെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ജീവിച്ചിരിക്കണവൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ജീവിതം എന്താണെന്ന് അറിയാൻ ശ്രമിക്കില്ല. എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കണേ, അതായത് നിഷേധമായ അല്ലെങ്കിൽ നിഷിദ്ധമായ അല്ലെങ്കിൽ എന്താ പറയുക, ഒരാളുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ കൊണ്ടുപോകുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? കാരണം ജീവിക്കണ അവസ്ഥയുമായിട്ട് ബന്ധമില്ല, മറിച്ച് സങ്കല്പ ലോകത്തുള്ള ചില സങ്കല്പങ്ങളുമായിട്ടേ ബന്ധമുള്ളൂ. പക്ഷേ സങ്കല്പത്തിൽ നമുക്ക് ഒരുമിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരുമിക്കാൻ പറ്റില്ല. കാരണം സങ്കല്പം എന്ന് പറയുമ്പോൾ തന്നെ ഈ സയൻസിൻ്റെ കണ്ടുപിടുത്തം പോലെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ റെഫ്രിജറേറ്റർ, TV ഇതൊക്കെ പല പല കമ്പനികളാണുള്ളത്. ആരാണോ കൂടുതലായിട്ട് അഡ്വർടൈസിങ് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഓരോരുത്തരും അതിൽ പോയി പെടുക. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും. നമ്മളായിട്ട് കണ്ടിട്ട് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത് നമ്മൾ കൊത്തിയെടുക്കുന്നതാണ് ഈ സങ്കല്പം.
കുറച്ച് കഴിഞ്ഞ് ഈ കൊത്തിയെടുക്കുന്നത് നമുക്ക് കൊത്താൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഉപയോഗിക്കുന്നതിന് പകരം വീണ്ടും അടുത്തതിനെ നമ്മൾ കൊത്താൻ പോകും. നമ്മളൊന്നിനെയും കൊത്തേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമ്മളൊന്നും ചെയ്തിട്ടല്ല നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ആ ജീവിച്ചിരിക്കുന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണത്. അപ്പോൾ അതിനെ കോട്ടം വരുത്താതെ രീതിയിൽ ആ ജീവിച്ചിരിക്കുന്ന അവസ്ഥക്ക് ഒരു കോട്ടവും ഉണ്ടാക്കണില്ല എന്നുള്ള തിരിച്ചറിവ് ഒരാളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം. അല്ലാതെ ഒരു മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവോ ഒരു രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവോ ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കണ് എന്നുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന ആളെ ശ്രദ്ധിക്കാതെ പോയി ഇൻവോൾവ്ഡ് ആയിക്കഴിഞ്ഞാൽ അത് മാത്രമാണ് നമുക്കുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ യാതൊരു പ്രോബ്ലവും ഇല്ലല്ലോ. കാരണം നമ്മളെ മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ നിന്ന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വേറെയുള്ള കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ വേദനകളാണ് ഇപ്പോഴും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭയമാണ് നമ്മളെവിടെയെങ്കിലും നമ്മളെ ചങ്ങലക്കിട്ട് വെച്ചിട്ട് നമ്മൾ ബാക്കി എല്ലാവരെയും ചങ്ങലക്കിടുന്നത്. ഇത് ശ്രദ്ധിച്ച് നോക്കിയേ. ഒരു അച്ഛൻ മക്കളെ ഈ അച്ഛനെ വേറെ മതം അല്ലെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി അവരെ വേറെ ഇങ്ങനെ കുറേ സങ്കല്പങ്ങളാണ് ഈ മനുഷ്യന്മാരെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലാതെ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈ അവസ്ഥ നമ്മളാരും ഒന്നും ചെയ്തിട്ടുണ്ടായതല്ലല്ലോ. പിന്നെ അവിടെ ഭയപ്പെടേണ്ട എവിടെ നിന്നാണ് ഈ ഭയം വന്നത്? കാരണം എല്ലാവരും ചോദിക്കും സത്യസന്ധതയാണോ ധൈര്യമാണോ വേണ്ടതെന്ന്. സത്യസന്ധതയില്ലാത്ത ഒരു വ്യക്തി പേടിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ധൈര്യത്തിൻ്റെ ആവശ്യമുള്ളൂ. സത്യസന്ധത എന്ന് പറഞ്ഞാൽ ഈ സത്യമെന്ന് പറഞ്ഞാൽ എന്താ? സത്യമെന്ന് പറഞ്ഞാൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ആ ബന്ധത്തിൽ ഒരു കോട്ടവും കൊണ്ടുവരാതിരിക്കുമ്പോൾ, കോട്ടം എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റുപാടും കണ്ട അവസ്ഥയിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ പറയുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അദൃശ്യമായ ശക്തി അല്ലെങ്കിൽ ഈ അദൃശ്യമായിട്ട് ഇപ്പം നമ്മളതിനെടുക്കുന്ന ഇത് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. പല ആൾക്കാർ ശ്വാസം ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എന്തായാലും മറ്റൊന്നിൽ നിന്നല്ലാതെ അവനവനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള ഏതൊരു വഴിയെ നിങ്ങൾക്ക് ഏത് പേരിനെ അതിൽ വിളിക്കുക അല്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിച്ചാലും ആ പറയുന്ന അവസ്ഥ നിങ്ങൾക്ക് നിങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ സത്യം എന്ന് പറഞ്ഞാൽ ആ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധവും ഈ പറയുന്ന ഞാനും രണ്ടല്ല ഒന്നാണെന്ന് തിരിച്ചറിയുമ്പം പിന്നെ അവിടെ ധൈര്യത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അവിടെ മരണത്തെ ഭയപ്പെടേണ്ട കാര്യം പോലില്ല. കാരണം എന്താ? ഈ ശക്തിയാണല്ലോ എന്നെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ഈ ശക്തിയാണല്ലോ എന്നെ ഇപ്പോഴും ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടാക്കിയ ഒരു സാധനം പോലും എൻ്റെ കയ്യിലില്ല. പിന്നെ ഇത് നശിച്ചു പോകുമെന്നുള്ള ഭയം എനിക്കുണ്ടാവാനുള്ള കാരണം ഞാനായിട്ടുണ്ടാക്കിയ പല സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾ പലപ്പോഴായി തകർന്നു പോയി. ഞാനായിട്ട് തിരഞ്ഞെടുത്ത എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ, മക്കൾ, എൻ്റെ ബിസിനസ്, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഈ തകർച്ച നേരിട്ടത് കൊണ്ട് അവിടെ നിന്ന് വന്നതാണ് ഈ പറയുന്ന ധൈര്യവും ഭയവുമെല്ലാം. അല്ലാതെ സത്യത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമോ ദുഃഖിക്കേണ്ട കാര്യമോ ഒന്നുമില്ലല്ലോ. അപ്പോൾ എന്ന് വരെ നമ്മൾ ഈ സങ്കല്പ ലോകത്തിലിരുന്നിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അതെല്ലാം തകർന്നപ്പോഴും തകരാതിരിക്കുന്ന അവസ്ഥ നമ്മളിലുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ വരെ തകർന്ന കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നതിന് പകരം ഇപ്പം നമ്മളുമായിട്ട് സംസാരിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പം ഒന്നുമല്ലാതെ നിങ്ങളിൽ അവിടെ നിങ്ങൾക്ക് ഈ സത്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും. ഈ ടച്ച് ചെയ്യുന്നിടത്ത് നിങ്ങൾ അവിടെ കോൺസ്റ്റൻ്റായിട്ട് ആ സത്യസന്ധതയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കണം. അവിടെ ആ ഇരുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ദീർഘനേരമായിട്ട് ഈ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ ആ ഇരുത്തത്തിൽ അല്ലെങ്കിൽ ആ സൈലൻസിൽ വരുന്ന ബന്ധമാണ് നമ്മുടെ ജീവിതമായിട്ട് മാറുന്നത്. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത്
കൊറോണ വന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു വലിയൊരു മാറ്റം വന്നപ്പം പല ആളുകൾക്കും ദൈവത്തെ വേണ്ട, അല്ലെങ്കിൽ ഗുരുവിനെ വേണ്ട, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഭാഗത്തേക്ക് പോകണ്ട, എല്ലാം ഈ പറയുന്ന സങ്കല്പ ലോകത്തിന് പെട്ടെന്നൊരു ബ്രേക്ക് വന്നു. ആ ബ്രേക്ക് വന്നതോടെ ഒരുപാട് ആളുകൾ ഇതെല്ലാം ആവശ്യമില്ലാത്തൊരു സംഗതിയാണെന്ന് ഒരു ബൾബ് മിന്നണ പോലെ അവരുടെ ഉള്ളിൽ മിന്നി. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? ഫർദർ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ അവർ കാണാത്തത് കൊണ്ട് തന്നെ, അതായത് ഈ സത്യത്തെ എവിടെയോ അവർ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അവർ നുണഞ്ഞ് കഴിഞ്ഞിട്ട് ഫർദർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെയുള്ള എല്ലാ ജീവിതക്രമത്തിലും അവരാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. അവരൊരു എഫേർട്ട് എടുത്തിട്ടാണ് അവരെ കൊണ്ടുപോയത്. അപ്പോൾ ആ എഫേർട്ടിൽ തന്നെ അവർ പലപ്പോഴായിട്ട് പല ഫെയിലിയേഴ്സ് അവർ കണ്ടതുകൊണ്ടും തൊട്ടതുകൊണ്ടും തന്നെ ഇതിനെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കൺഫ്യൂഷൻ അവരിലേക്ക് വരുത്തി. കാരണം ആ ഒരു സത്യത്തെ ടേസ്റ്റ് ചെയ്തെന്ന് പറയുന്ന ഭാഗം അവരുണ്ടാക്കിയതല്ല. അപ്പോൾ അതിന് അവരെ വിട്ടുകൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും അവർ എന്താണോ കൊറോണൻ്റെ മുന്നേ സംഭവിച്ചത് ആ ട്രാപ്പിൽ തന്നെ പിന്നെയും പോയി പെട്ട്. ചില ആൾക്കാർ, ഒറ്റയ്ക്ക് ജീവിച്ച ആൾക്കാർ, അവരെന്ത് ചെയ്ത് ഇങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പം കൂടെ ഒരാൾ വേണമെന്നും കരുതിയിട്ട് അവരും പിന്നീട് ഈ സങ്കല്പ ലോകത്തെ പുതിയ ആളുകളെയും പുതിയ ടെക്നോളജികളെയും അവരും ആശ്രയിച്ച്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ആ കൊറോണയുടെ സമയത്ത് ഇങ്ങനെ ഒരു ഭാഗം ഓക്കേ. കാരണം നമ്മൾ ഇത്രയും കാലം ജീവിച്ചപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഈ ദൈവങ്ങളും ഈ അമ്പലങ്ങളും ഈ ഗുരുക്കന്മാരും എല്ലാവരും പെട്ടെന്ന് ലീവ് എടുത്തതോടുകൂടി നമുക്കവിടെ ആ തിരിച്ചറിവ് കിട്ടി. ഓക്കേ, ഇതിങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെയാണെന്നുള്ള ആ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു കൺഫർമേഷൻ. കാരണം ഞാൻ അവിടെ ഈ കൊറോണയോ അല്ലെങ്കിൽ ഗുരുവിനെയോ സംശയിച്ച് കഴിഞ്ഞാൽ ആ സംശയം ഞാൻ എന്നെ സംശയിക്കുകയാണ്. മറിച്ച് അവിടെ ആ ഉറപ്പിക്കൽ, ഇതെല്ലാം ഇത്രയേ ഉള്ളൂ, എന്നിട്ടും ഞാൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് എന്നിൽ അദൃശ്യമായൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതുമായിട്ടുള്ള ബന്ധം മാത്രം നിലനിർത്തിയാൽ മതി എന്നുള്ള ആ തിരിച്ചറിവ് വന്നപ്പം അതിൽ ജസ്റ്റ് ഇരുന്ന് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഞാനും അതുപോലെ തന്നെ കേട്ടോ. കാരണം ഒരുപാട് ചെറുപ്പം തൊട്ടേ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത്, പക്ഷെ എപ്പോഴും പല സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തീരാത്ത പല രീതിയിലുള്ള സംശയങ്ങളുണ്ടേനി. പക്ഷെ അതിനെല്ലാം പലപ്പോഴായി ഉത്തരം കിട്ടി. പക്ഷെ ഉത്തരം കിട്ടിയിട്ട് കാര്യമില്ല. കാരണം സത്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ ആ സത്യത്തിൽ എങ്ങനെ ജീവിക്കും? കാരണം ഇതുവരെ കണ്ടതും കേട്ടതുമായ കഥകളിലെ ഒരു നായകന്മാരും ഒരു വില്ലന്മാരും ഇവിടെ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ഭാഗത്താണ് നമ്മൾ സ്റ്റക്കായി പോയത്. പക്ഷേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സത്യസന്ധതയിൽ മുന്നിൽ വരുന്ന അവസ്ഥയുമായിട്ട് യാതൊരു തരത്തിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കുക. അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കണം എന്ത് വേണം? ഈ പറയുന്ന ഇത്രയും കാലം ചിലപ്പോൾ ഞാൻ ഹയർ പൊസിഷനിലുള്ളൊരു വ്യക്തിയാവും, അല്ലെങ്കിൽ ലോക്കലാവും. ഈ രണ്ടായാലും ഈ വ്യക്തിത്വത്തെ കൊന്നു കളയുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ പ്രവൃത്തി. അപ്പോൾ കാണാം. കാരണം നിങ്ങളുടെ വ്യക്തിത്വം എപ്പോഴാണോ നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്, അപ്പം മറ്റുള്ളവർ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയും. പക്ഷെ ആ ഭ്രാന്താണെന്ന് പറയുമ്പം ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ള സംശയം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തിത്വം വിടാൻ തയ്യാറാവാത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടെ പിന്നെയും എന്ത് ചെയ്യുക? അവർ പറയണത് പോലെ കുറച്ച് സമയം കൂടി പിന്നെയും അവിടെ കേൾക്കുമ്പോൾ അവിടെ പിന്നെയും നിങ്ങൾക്ക് കാണാം നിങ്ങളായിട്ട് എടുക്കുന്ന എഫേർട്ടും സ്ട്രഗിളും, നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഉണ്ടായിട്ടും, നിങ്ങൾ ജോലിക്ക് പോയിട്ടും, നിങ്ങൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്തിട്ടും സ്റ്റിൽ നിങ്ങൾക്ക് എന്തിനോടോ ഒരു താല്പര്യം. നിങ്ങൾ മദ്യപിക്കുമ്പോൾ ഇതല്ല എനിക്ക് വേണ്ടത്, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഇതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേറെന്തോ വേണം. മനസ്സിലായോ? ഒരു പക്ഷേ ആ വേറെന്തോ വേണമെന്നുള്ള താല്പര്യം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അറിയണ പോലും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനിയും എന്നുള്ളൊരു സാധനം അവിടെ കിടക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും ഈ പറയണ ആ പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് ആ അദൃശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒന്നിനെ നിങ്ങൾ നിരന്തരം ഫോക്കസ് ചെയ്യുക. ഇനി ഒന്നും വേണ്ട, നിങ്ങൾ ഫോണ് കുത്തി വെച്ചിട്ട് ആ ഫോണ് നിങ്ങൾ ഊരിയെടുക്കുമ്പം ആ സ്വിച്ച് നിങ്ങൾ ഓഫ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ആ സ്വിച്ച് നിങ്ങൾ എന്താ പറയുക
ആ സ്വിച്ചുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം. അങ്ങനെ നിരന്തരം നിങ്ങൾ ചെയ്യണ നിങ്ങൾക്കറിയാം ഇതിങ്ങനെയല്ല എന്നുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങളും ഈ പറയുന്ന പ്രവർത്തനവും തമ്മിലൊരു ബന്ധം വരും. ഇത് നമുക്ക് നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം കിട്ടണില്ല. കാരണം എന്താ, ഇപ്പോൾ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്നവർ അവർക്കറിയാം, അവർ വെറുതെ ചപ്പാച്ചിട്ട് പിന്നെന്താ പറയുക എല്ലാം അറിഞ്ഞിട്ട് ചെയ്യാണ്, അല്ലാതെ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമില്ല. അതുകൊണ്ട് തന്നെ ഈ ശരീരം പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് ഒരു വ്യക്തിക്കും ഒരു ബന്ധവുമില്ല. കാരണം എല്ലാം അറിയാം. അപ്പോൾ അറിയണത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനം ശ്രദ്ധിക്കാതെ ഇത് ഉണ്ടാക്കണ, ഇപ്പോൾ സാമ്പാറാണെങ്കിൽ ആ സാമ്പാർ വെക്കാൻ അറിയാം, അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അങ്ങനെ പോവുക, അല്ലാതെ അത് ആസ്വദിച്ചിട്ട് ചെയ്യണൊരു ഭാഗമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം മനപ്പാടാക്കാനാണ് നോക്കുന്നത്. മനപ്പാടമാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ബോറടി തുടങ്ങി, അവിടെ നമുക്ക് പ്രവർത്തനവുമായിട്ട് ബന്ധമില്ല. അപ്പോൾ എന്താണ്, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഹൃദയവും ശ്വാസകോശവും ഈ പറയുന്ന എല്ലാ ഇന്നർ ഓർഗൻസിനും നമ്മൾ റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം എന്താ, ആൾ ആക്റ്റീവ് അല്ല. അപ്പോൾ നമ്മൾ ഒരാളുമായിട്ട് സഹകരിക്കുമ്പോൾ നമ്മൾ അയാളോടുള്ള സഹകരണത്തിന് പകരം അയാൾ ഇന്നതാണെന്ന് നമ്മൾ വിലയിരുത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അയാളെ നമ്മളെ മുമ്പിൽ അയാളുണ്ടാവും, പക്ഷേ ഒരിക്കൽ പോലും ആ വ്യക്തിയുമായിട്ട് ഉള്ള ആ ഒരു സംസാരത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപയോഗിക്കില്ല. കാരണം എന്താ, ഓൾറെഡി അയാൾ ഇന്നതാണെന്ന് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആ ഉള്ളിലുള്ള അവസ്ഥയിൽ നിന്ന് മാത്രമാണ് ഇൻട്രാക്ഷൻ വരുന്നത്. അല്ലാതെ എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കണതെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, നമ്മുടെ സംസാരം തന്നെ നമുക്ക് വായിൽ വെള്ളമില്ലാതെയും ചില കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കാനും വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ ഈ ശബ്ദം നമുക്ക് തന്നെ വിനയായിട്ട് മാറും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനത്തെ താളം തെറ്റുന്ന രീതിയിൽ നമ്മൾ ആബ്സെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ സിമ്പിൾ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാനുള്ള താല്പര്യം നമ്മളോട് കൂടും. അവിടെ നിന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്. മനസ്സിലായോ? അവിടെ നിന്നാണ് നമ്മുടെ എന്താ പറയുക ജീവിതത്തിൻ്റെ വാതായനങ്ങൾ നമുക്ക് വേണ്ടി ഓപ്പൺ ആവുന്നത്. മറ്റത് നമ്മൾ എല്ലാം ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുക എന്നുള്ള പേരും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ മേൽ അടിച്ചേൽപ്പിച്ച ചാപ്പ കുത്തിയ അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്ത കഴുത്തിൽ നമ്മൾ നോക്കിയാൽ കാണില്ല, പക്ഷേ ആ ബെൽറ്റിൻ്റെ പാടുണ്ടാവും. ആ ബെൽറ്റിൻ്റെ പാട് ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്താണ് എപ്പോഴും ആ പാട് അവിടെ ഉണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ ചില ആ സങ്കല്പ ലോകത്തിലാണ് ആ ലോക്ക് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു ഗുരുവിൻ്റെ കീഴിലോ അല്ലെങ്കിൽ നിങ്ങളൊരു മതത്തിൻ്റെ കീഴിലോ ഒരു ജാതിയുടെ കീഴിലോ നിങ്ങൾ ഇന്ന ഒരാളുടെ ഭാര്യയാണ് എന്നുള്ള ആ മുറിപ്പാട് അല്ലെങ്കിൽ ആ ചങ്ങലയുടെ പാട് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സത്യവുമായിട്ടുള്ള നിങ്ങളുടെ അടുപ്പം കുറയും. കാരണം എന്താ, ഈ സങ്കല്പം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സങ്കല്പം ഉള്ളിൽ വരുന്ന നിമിഷം തൊട്ട് നിങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ബ്ലഡ് എത്തിക്കുന്ന അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ആ ഒരു ഫോഴ്സിന് അത് വിഘാതം സൃഷ്ടിക്കും. ആ വിഘാതം വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മുഴുവനായിട്ട് നിങ്ങൾ തുറന്ന് നിങ്ങളൊരാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് എല്ലാവരോടും എന്ന് പറയുന്നത്. മറ്റത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം, എൻ്റെ വീട്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ റൂം, എൻ്റെ കക്കൂസ്, എൻ്റെ കാറ്, എൻ്റെ മൊബൈൽ, ഇങ്ങനെ എൻ്റെ എന്ന് പറയണ ഒരു 100 കൂട്ടം എൻ്റെ ഇഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനാര് ചോദ്യം ചെയ്താലും ഇത് നിങ്ങൾ ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ആ എൻ്റെ എന്നുള്ളതിനെ എൻ്റെ മനസ്സിലായോ? അങ്ങനെ ശ്രദ്ധിക്കാൻ, അതായത് അത്രയും സ്പ്ലിറ്റ് ചെയ്തിട്ട് വെറുതെ അറ്റൻഷൻ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഞാനിതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? അപ്പോൾ നോക്കുമ്പോൾ എന്താണ്,
ഭർത്താവ് മരിച്ചിട്ട് ഈ വീട് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാര്യ മരിച്ചിട്ട് അടുത്ത പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മക്കൾ ജോലിക്ക് പോയിട്ട് അവരെന്നെ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു കുഞ്ഞാക്കയായിട്ട് ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ ജോലിക്ക് പോയിട്ടാണ് കുടുംബം പോയിട്ടുണ്ട്, ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്, ഞാൻ സത്യസന്ധമായിട്ടാണ് ജീവിക്കുന്നത്, ഞാനൊരു കള്ളത്തരവും ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ ഗുരു പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടിട്ടാണ് ജീവിക്കുന്നത്, എങ്ങനെ പറഞ്ഞിട്ടൊരു സങ്കല്പം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്തുള്ള ഒരു മനുഷ്യനുമായിട്ട് നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു റൂമിൽ ഒരു വീട്ടിലാണെങ്കിൽ ആ വീടിൻ്റെ പുറത്തേക്ക് നിങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. നിങ്ങളൊരു പ്രസ്ഥാനത്തിലാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിലൊരു 10-500 ആളുണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ കിടന്ന് ആളാവുക എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാവരെയും നിങ്ങൾ പറ്റിച്ചുകൊണ്ടായിരിക്കുക. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ പറയുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ നിങ്ങൾ ഈ പറയുന്ന വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പിൽ ഒരു നല്ല പിള്ള ചമയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജീവിതത്തിൽ മുഴുവൻ പ്രശ്നങ്ങളാവും. ഈ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കഞ്ചാവും കള്ളും ഉപയോഗിക്കുന്നത് പോലെ മാത്രമാവും നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അദൃശ്യ ശക്തിയെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള പ്രാർത്ഥനയും നാമം ജപിക്കലും നോമ്പും നിസ്കാരവും പെരുന്നാളും ഇതിനെയെല്ലാം നിങ്ങൾ ഉപയോഗിക്കുന്നത് വെറും കച്ചറയായിട്ടാവും. മനസ്സിലായോ? കാരണം നിങ്ങൾ ചെയ്യുന്ന ഈ പൊട്ടത്തരത്തിൽ നിന്ന് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒരിക്കൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. കാരണം എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ കിടക്കുന്നത്. ഇപ്പോൾ 15 വയസ്സുള്ള ഒരുത്തൻ വീട് വിട്ടിറങ്ങി, 40-ാം വയസ്സിൽ അവൻ തിരിച്ചു വന്നപ്പം അവൻ്റെ അച്ഛനും അമ്മക്കും ഈ 15 മുതൽ 25 വർഷത്തെ കാര്യങ്ങൾ ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വേദനയും കാര്യങ്ങളും ഇവനിൽ അവരടിച്ചേൽപ്പിക്കും. അപ്പോൾ ഇവനെ സംബന്ധിച്ച് ഇവർക്ക് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ 15 വയസ്സിൽ ഞാൻ നാട് വിട്ട് പോയപ്പം എങ്ങനെയായിരുന്നോ അങ്ങനെയാണ് ഇവർ പെരുമാറുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ 25 വർഷത്തെ ഇവൻ്റെ ആ ട്രോമയെ ഇവന് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മളെ റിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കണം. അല്ലഞ്ഞാൽ ചത്തുപോകുന്നുള്ളത് ഉറപ്പാണ്. അതായത് ഇങ്ങനത്തെ ആൾക്കാർക്ക് മരണം മാത്രമാണ് അവർ മുന്നിൽ കാണുന്ന ആൾ മാത്രമാണ് അവർ സ്വയം പരിശോധിക്കാൻ തയ്യാറാവാത്തത്. കാരണം സ്വയം പരിശോധിക്കാൻ തയ്യാറാവണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിത്വത്തെ വിട്ടിട്ട് ഈ പറയുന്ന സത്യത്തെ ആശ്രയിക്കണം. സത്യത്തെ ആശ്രയിക്കണമെങ്കിൽ പിന്നെ അവരായിട്ടുണ്ടാക്കിയ അവസ്ഥ അവർക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും സത്യത്തെ ആശ്രയിക്കില്ല. കാരണം അതിനൊരു വാക്കുണ്ടല്ലോ, നമ്മൾ പശ്ചാത്തപിക്കുക എന്നൊക്കെ പറയില്ലേ. അതെ, ഒരാൾ പശ്ചാത്തപിക്കണമെങ്കിൽ, കാരണം ഇത്രയും കാലം മുഴുവൻ തെറ്റിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു തെറ്റിൽ നിന്ന് മാറിയിട്ട് ഈ ശരിയിലേക്ക്, സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഈ റിയാലിറ്റിയിലേക്ക് വരണമെങ്കിൽ ആ വ്യക്തി എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. അപ്പോൾ എന്താണ്, ഇത്രയും കാലം മറ്റുള്ളവരെ തെറ്റുകാരനാക്കിയ ആ അവസ്ഥയിൽ നിന്ന് ഈ വ്യക്തിക്ക് മാറാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുമായിട്ടുള്ള ബന്ധം നമുക്ക് ആവശ്യമില്ല. അതിന് സ്വന്തം ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും എന്തും ആയിക്കോട്ടെ. മനസ്സിലായോ? കാരണം നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മളതിനെ ശരിയാക്കിയെടുത്ത് എന്തുകൊണ്ടാണിത് ശരിയല്ല എന്നുള്ള ഭാഗം സ്വയം പരിശോധിച്ചാൽ മാത്രം മതി. ഇത് വേറെ ആരുടെ മുമ്പിലും പ്രൂവ് ചെയ്തിട്ട് ആരുടെ മുമ്പിലും സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ, നമുക്ക് യാതൊരു കുഴപ്പമില്ല. അത്രയുള്ള കാര്യം. അപ്പോൾ എത്രത്തോളം ഈ അദൃശ്യ ശക്തിയുമായിട്ടുള്ള ബന്ധം ഒന്നും വേണ്ടല്ലോ കേട്ടോ, അത് നിരന്തരം പ്രവർത്തിക്കല്ലേ. ഇതുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ തുറന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നട്ടെല്ലും നമ്മളിരിക്കുന്ന അവസ്ഥയും നമ്മളെ കാല്, നമുക്ക് എല്ലാ തരത്തിലും നമ്മളോടുള്ള താല്പര്യം കൂടും. മനസ്സിലായോ? കാരണം നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ പതുക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഇവിടേക്ക് ശ്രദ്ധ വരണില്ല. നിങ്ങൾ ആരെയും ഒഴിവാക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് വരുന്ന കഷ്ടപ്പാടുകൾ എന്തുകൊണ്ട് വരുന്നെന്നുള്ള ഭാഗത്തെ കൃത്യമായി കണ്ട് ഒന്നൊന്നായി അതിനെ എണ്ണി എടുത്ത് കളയാൻ പറ്റും. ഇന്ന് 1000 പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അതിലേതെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിനെ എടുത്ത് കളയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ വർക്കിങ്ങിലൂടെ നിങ്ങൾക്ക്, കാരണം അവിടെ ആഗ്രഹം വരും, അവനവനോടുള്ള താല്പര്യം വരും. മനസ്സിലായോ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്.
മറിച്ച് നിങ്ങൾ സങ്കല്പ ലോകത്തുള്ള ഒരു ദൈവത്തിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾക്ക് 10,000 വേറെ സങ്കല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മറിച്ച് ഒരു 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 നിമിഷം ഈ പ്രവർത്തിക്കുന്ന അവസ്ഥയുമായിട്ട് എല്ലാവരും പലപ്പോഴായിട്ട് പല സമയങ്ങളിലായിട്ട് ഈ ഭാഗത്ത് പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടാവും. പക്ഷേ പിന്നെ അതിൽ തുടരാൻ സാധിക്കണില്ല. അതുകൊണ്ട് വീണ്ടും ഈ പറയുന്ന മായാലോകത്ത് പെട്ട് അടുത്തൊരവസരത്തിനായി കാത്തിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയെങ്കിൽ അങ്ങനെ ഒരു അവസരം വേറെ ആരും പറഞ്ഞു തന്നിട്ട് കിട്ടിയതല്ലല്ലോ. ഇതിൽ അങ്ങനെ മനോഹരമായ ഒരവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അപ്പോൾ അതിനന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അതോ എത്രത്തോളം സ്വസ്ഥമായിട്ട് ഈ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടണമെന്ന് മാറിയാൽ മതിയോ? പരിശോധിക്കുക, വെറുതെ പരിശോധിക്കുക, അത്രയുള്ള കാര്യം.